കുറച്ച് ചെമ്മീനാണ് കിട്ടിയിട്ടുള്ളത്. നല്ല ചുവപ്പ് കളറുള്ള ചെമ്മീനാണ്. അപ്പോൾ അത് വൃത്തിയാക്കലാണ് ഇപ്പം പണി. ചെമ്മീൻ വൃത്തിയാക്കി വന്നിട്ടുണ്ട്. കുറേ സമയം എടുത്തത് വൃത്തിയാക്കി കിട്ടാൻ. എന്ന് വെച്ചാൽ ചെറിയ ചെമ്മീനല്ലേ. മസാല റെഡിയാക്കാൻ വേണ്ടി വെക്കുകയാണ്. കുട്ടികൾക്ക് ഫ്രൈ ആയി ഇഷ്ടം. അങ്ങനെ അപ്പോൾ ഇന്ന് ഫ്രൈ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സാധാരണ കാശ്മീരി മുളക് പൊടി 1 സ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ എരിവിനെല്ലാം മുളക് പൊടി കുറച്ചേ ഇടുന്നുള്ളൂ. കുട്ടികൾക്ക് എരിവ് അധികം കഴിക്കില്ല, അതുകൊണ്ട് കുറച്ചിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുക്കാം. കാര്യമായിട്ടുള്ള മസാലയൊന്നുമില്ല, സാധാരണ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിതിന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് മീനിട്ട് കൊടുക്കാം. ഇങ്ങനെ ഉണ്ടാക്കിയാൽ തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ്. ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിൽ നടന്നിട്ട് സമയം കുറേ പോയി. അപ്പോൾ വിചാരിച്ചു ഒരു എളുപ്പത്തിലൊരു കറിയാക്കിയാലോ. അപ്പോൾ ഞാൻ കുറച്ച് തക്കാളി, 5 തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ട് ചെറുങ്ങനെ. പിന്നെ ഒരു പച്ചമുളകും 5-6 ചെറിയ ഉള്ളിയും 10 അല്ലി വെളുത്തുള്ളി ചെറുങ്ങനെ മുറിച്ചിട്ടുണ്ട്. പിന്നെ മല്ലിയിലയാണ് വേണ്ടത്. ഇതിന് നമ്മുടെ നാട്ടിലെ രസം എന്ന് പറയും. എൻ്റെ തട്ടിക്കൂട്ട് രസമാണ് ഇത്. അപ്പം ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാം. മല്ലിയില ഇപ്പോൾ ഇട്ട് കൊടുക്കേണ്ട, അവസാനമാണ് ഇട്ട് കൊടുക്കേണ്ടത്. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും പിന്നെ 1 ടീസ്പൂണ് മുളക് പൊടിയും. അപ്പോൾ എരിവ് നിങ്ങൾ ഇഷ്ടമുള്ള അനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ നമുക്ക് 1 ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ചെമ്മീൻ ഫ്രൈ ആയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം ചില തക്കാളിക്ക് പുളി കൂടുതലുണ്ടാവും. അപ്പം അങ്ങനെ നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി പുളിവെള്ളം. പിന്നെ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒന്ന് തിളക്കട്ടെ. എന്നിട്ട് തീ ഓഫ് ചെയ്ത് വെക്കാം. ചെറുമ്പഴത്തേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പ് മുറിച്ചിട്ടില്ല അതും ഇട്ട് കൊടുക്കാം. എന്നിട്ട് തീ ഓഫ് ചെയ്യാം. കാരണം കടുകും പറയും കറിവേപ്പിലയും വറുത്തിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ചേറ്റുള്ള തക്കാളി മൊത്തം റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോറ് വരുമ്പോൾ ചക്കക്കുഞ്ഞൻ്റെ അച്ചാറുണ്ടായിരുന്നു ഉണ്ടാക്കിയത്, അത് വിളമ്പുന്നുണ്ട്. പിന്നെ ഇന്നലെ ഉണ്ടാക്കിയ ചീര ഉപ്പേരിയാണ്, അത് കുറച്ച്. പിന്നെ കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്, അത് ഫ്രൈ ആക്കിയതാണ്. ഇതിൻ്റെ ബാക്കിൽ തന്നെ നടന്നിട്ട് കുറേ സമയം എടുത്തു അത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഒരു തട്ടിക്കൂട്ട് തക്കാളി രസം ഉണ്ടാക്കിയിട്ടുണ്ട്, അതും കൂടി നമുക്ക് ഒഴിച്ചു. പിന്നെ ഇന്നലെ ഉണ്ടാക്കിയ പരിപ്പും താളിൻ്റെ തണ്ടും ഒരു കറി ഉണ്ടായിരുന്നു, അതും കൂടി ഉണ്ട് ഉച്ചത്തേക്ക്. അപ്പോൾ ഇന്ന് കറിയില്ലാന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ പ്ലേറ്റിൽ വിളമ്പി കാണുമ്പോൾ കുറേ കറിയില്ല പോലെ ഉണ്ട്. ഇന്നലത്തെ കറിയെല്ലാം കൂടി എടുത്തുകൊണ്ട് പ്ലേറ്റ് നിറച്ചും കറിയായി.